ഇടുക്കി ചിന്നക്കനാൽ ഭൂമി കേസിൽ വിജിലൻസ് അന്വേഷണത്തിന് വേഗം കൈവരിച്ചത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് മാത്യു കുഴൽനാടൻ എംഎൽഎ. മാത്യു കുഴൽനാടൻ അഴിമതിക്കാരനെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം. കുറ്റപത്രം സമർപ്പിക്കാൻ വിജിലൻസിന് മേൽ സമ്മർദ്ദമുണ്ടാകാമെന്നും മാത്യു കുഴൽനാടൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. മാത്യു കുഴൽനാടൻ എംഎൽഎ ആണ് എന്നോടൊപ്പം ഉള്ളത്. മാത്യു കുഴൽനാടൻ എംഎൽഎ കഴിഞ്ഞ ദിവസം വിജിലൻസിന്റെ മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. എങ്ങനെയാണ് ആ കേസിന്റെ ഒരു പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അങ്ങ് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസിന്റെ കുറ്റപത്രം അടക്കം ഈ ഒരു കേസിൽ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഈ കേസിൽ ആദ്യം എടുത്ത നിലപാട് തന്നെയാണ് എനിക്കുള്ളത്. ഏതൊരു അന്വേഷണത്തെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം ഇത് പറഞ്ഞപ്പോൾ തന്നെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ വ്യക്തിപരമോ അല്ലെങ്കിൽ പ്രൊഫഷണലോ ആയ എൻ്റെ അല്ലെങ്കിൽ പൊതുജീവിതവുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളും സർക്കാരോ ഏജൻസികളോ പരിശോധിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. ഐ മോസ്റ്റ് വെൽക്കം ദം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആദ്യം ഇടുക്കിയിലെ യൂണിറ്റാണ് ആദ്യം പ്രിലിമിനറി എൻക്വയറി നടത്തിയത്. അതിനുശേഷം പിന്നീടൊന്നും കേൾക്കാനുണ്ടായിരുന്നില്ല. കുറേ നാളത്തേക്കൊന്നും കേട്ടില്ല. അവർ മറ്റു പലരെയും ചോദ്യം ചെയ്തു, കാര്യങ്ങൾ അന്വേഷിച്ചു എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ ഇതിനൊരു വേഗം കൈവന്നിട്ടുണ്ട്. അപ്പോൾ അവരെന്നോട് ഇന്നോ നാളെയോ ആട്ടെയാണ് നോട്ടീസ് തന്നിരുന്നത്. പക്ഷേ ഈ ദിവസങ്ങളിൽ എനിക്ക് ചെറിയ അസൗകര്യം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ച് 2 ദിവസം നേരത്തെ അവരുടെ അടുത്ത് ചെല്ലുകയായിരുന്നു. ചെന്ന് അവർക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചു, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ പ്രധാനമായും പറയുന്നത് ഒന്ന്, ഈ ഭൂമി അധിക ഭൂമി 50 സെന്റ് ഭൂമിയോട് അധികമായി സർക്കാർ ഭൂമി കയ്യേറി, മറ്റൊന്ന് ആധാരത്തിൽ വില കുറച്ച് കാണിച്ചു നടക്കുമ്പോൾ ഗുരുതരമായ ആരോടാണ് ഉയർത്തിയിരിക്കുന്നത്. അതിൽ ആധാരത്തിൽ പറഞ്ഞിരിക്കുന്നത് 1 ഏക്കർ 20 സെന്റ് താഴെയുള്ള ഭൂമിയും അതിൻ്റെ വിരിവും എന്നാണ് അതിൻ്റെ എഴുതിയിട്ടുള്ളത്. അതിൽ സർക്കാർ ഭൂമി ഉണ്ട് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അതിൻ്റെ പേരിൽ ഓൾറെഡി ഒരു LC കേസ് അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതായത് ആരെങ്കിലും സർക്കാർ ഭൂമി കയ്യേറിയാൽ അതിന് എടുക്കുന്ന നടപടി എന്ന് പറയുന്നത് ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം, സർക്കാർ ഭൂമി കയ്യേറിയതിന് ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരമാണ് നടപടി എടുക്കേണ്ടത്. അത് ഓൾറെഡി അവർ തുടങ്ങിയിട്ടുണ്ട്. ഇടുക്കിയിൽ ഒരു LC കേസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നോട്ടീസ് എനിക്ക് ലഭിച്ചിരുന്നു. അതിന് മറുപടി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അളവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഒക്കെ ആ വഴിക്ക് നടക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞത് ആധാരത്തിൽ വില കുറച്ച് കാണിച്ചു എന്നുള്ളതാണ്. അത് സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ വയലേഷനായിട്ടാണ് വരുന്നത്. അതിനും ഒരു നിയമമുണ്ട്. അതിനും അങ്ങനെ ധാരാളം പേർക്ക് ഇപ്പോൾ നോട്ടീസ് ലഭിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ഫെയർ വാല്യൂ താഴെ രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്താൽ അതിന് സ്റ്റാമ്പ് ആക്ട് പ്രകാരമുള്ള നോട്ടീസ് അയക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ഗവൺമെന്റിന് വേണ്ടത് മാത്യു കുഴൽനാടൻ വിജിലൻസ് കേസിൽ പ്രതിയാണ്, മാത്യു കുഴൽനാടൻ അഴിമതിക്കാരനാണ് എന്ന് പറയുന്നതിന് വേണ്ടി ഒരു നിയമ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ജനങ്ങൾ അത്ര വിഡ്ഢികളല്ല. സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഞാൻ വറീഡല്ല. ക്യാമറമാൻ സിജോ സുധാകരനൊപ്പം സിബി ജോസഫ്, മീഡിയ 1, തിരുവനന്തപുരം.